Good morning. Morning, ma'am. Morning. Morning. Okay, Sugano. Yes. Suga. Okay. നമ്മള് ഫോർമുലാസ് ആണല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. 7 ഫോർമുല വരെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ? ഓക്കെ. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. 8 തുടങ്ങിയല്ലേ പറയുന്നത്? 7 വരെ നിങ്ങൾക്ക് ഓക്കെ അല്ലേ? ഓക്കെ. 8 തുടങ്ങി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോർമുലാസ് മിസ് മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അത് നോക്കി പഠിക്കണം, നിർബന്ധമായിട്ട് പഠിക്കാം. എന്തായാലും ക്വസ്റ്റ്യൻ ഒരു ഫോർമുല എന്തായാലും ഉണ്ടാവും. ഓക്കെ. ഇനി നെക്സ്റ്റ് ആണ് പെർസെന്റേജ് ഓഫ് സർജറീസ് ഫോർ ദ ഓർഗനൈസേഷൻസ് പ്രൊസീജിയർ ടു പ്രിവെന്റ് അഡ്വേഴ്സ് events like wrong site, wrong patient and wrong surgery have been adhered to. Okay. ഇവിടെ പറയുന്നത് നമ്മളിപ്പോ സർജറിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സർജറി ചെയ്യുമ്പോൾ ചിലവര് റോങ് ആയി പോവാറുണ്ട്, ചില പാകപ്പിഴകൾ വരാറുണ്ട് അല്ലെ. ഇപ്പോ റൈറ്റ് ഹാൻഡിൽ ചെയ്യേണ്ടത് ലെഫ്റ്റ് ഹാൻഡിൽ ചെയ്യാം, അല്ലെങ്കിൽ ചിലപ്പോ ലെഫ്റ്റ് ലെഗിൽ ചെയ്യണത് റൈറ്റ് ലെഗിൽ ചെയ്യാം, ഇല്ലേ? അങ്ങനെ ഡോക്ടേഴ്സിനും ഇത് സംഭവിക്കാറുണ്ട്, തെറ്റുകൾ സംഭവിക്കാറുണ്ട് അല്ലെ. അതിന്റെ പെർസെന്റേജ് ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? സർജറിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സർജറി ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്ത് ചില റോങ് അല്ലെ പാകപ്പിഴകൾ വരാറുണ്ട്. ഓക്കെ. അതിന്റെ പെർസെന്റേജ് ആണ് ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി അതിന്റെ ഫോർമുല നോക്കിയേ. നമ്പർ ഓഫ് സർജറീസ് where the procedure was as followed. എന്താ ഇവിടെ പറയുന്നത്? Number of surgeries where the procedure was followed. അപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എന്താണ് പ്ലാൻ ചെയ്ത് വന്നിരിക്കുന്ന അല്ലെ, അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വന്നിരിക്കുന്ന എന്തെങ്കിലും ആ സർജറിയുമായിട്ട് ബന്ധപ്പെട്ട് എത്ര സർജറിയില് എന്താണ് സർജറി ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോ അതിനകത്ത് പറയുന്നത് സർജറിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് റോങ് ആയിട്ട് വരുന്നതിന്റെ പെർസെന്റേജ്, സർജറി ചെയ്യുമ്പോൾ വരുന്നതിന്റെ പെർസെന്റേജ് ആണ് നമ്മൾക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിന്റെ ഫോർമുല എന്ന് പറയുന്നത് നമ്പർ ഓഫ് സർജറീസ് where the procedure was as followed divided by number of surgeries performed into 100. അപ്പോ ഇനി തെറ്റായിട്ടുള്ള, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സർജറി ചെയ്യുമ്പോൾ തെറ്റായിട്ടുള്ള പാകപ്പിഴകൾ വരാതെ തെറ്റ് സംഭവിക്കാം. ഇപ്പൊ റൈറ്റ് ഹാൻഡിൽ ചെയ്യേണ്ടത് ലെഫ്റ്റ് ഹാൻഡിൽ ചെയ്യാം, ലെഫ്റ്റ് ഫിംഗറിൽ ചെയ്യേണ്ടത് ചിലപ്പോ റൈറ്റ് ഫിംഗറിലായിരിക്കാം ചെയ്യുന്നത്. അങ്ങനെ പല പല തെറ്റുകളും സംഭവിക്കാറുണ്ട്. അങ്ങനെ തെറ്റുകൾ വരുന്നതിന്റെ പെർസെന്റേജ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് നോക്കിയേ, നമ്പർ ഓഫ് സർജറീസ് where the procedure was as followed. ഇവിടെ പറയുന്നത് എന്താണ്? തെറ്റായിട്ടുള്ള പ്രൊസീജിയറിൽ കൂടി ചെയ്തിരിക്കുന്ന സർജറീസിന്റെ ടോട്ടൽ നമ്പർ. ഓക്കെ. തെറ്റ് വന്നിരിക്കുന്ന അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള പ്രൊസീജിയറിൽ കൂടി ചെയ്തിരിക്കുന്ന സർജറിയുടെ ടോട്ടൽ നമ്പർ എത്രയാണോ അതാണ് അവിടെ കൊടുക്കേണ്ടത്. ഇനി ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സർജറി പെർഫോംഡ്. ഓപ്പറേഷൻ തിയേറ്ററിൽ പെർഫോം ചെയ്തിരിക്കുന്ന ടോട്ടൽ സർജറിയുടെ നമ്പർ എത്രയാണോ അതേ ഇൻറ്റു 100. അപ്പൊ എന്ത് കിട്ടും? അവിടെ റോങ് ആയിട്ട് ചെയ്തിരിക്കുന്നതിന്റെ പെർസെന്റേജ് നമുക്ക് അവിടെ അവൈലബിൾ ആയിട്ട് കിട്ടും. ക്ലിയർ ആയോ? ഇവിടെ പറയുന്നത് നമ്പർ ഓഫ് സർജറീസ് where the procedure was as followed. തെറ്റായ പ്രൊസീജിയറിൽ കൂടി എത്ര സർജറീസ് ആണോ ചെയ്തിരിക്കുന്നത് അതിന്റെ ടോട്ടൽ എണ്ണം ഡിവൈഡഡ് ബൈ എത്ര സർജറി പെർഫോം ചെയ്തിട്ടുണ്ട്, ഓപ്പറേഷൻ തിയേറ്ററിൽ എത്ര സർജറി നടന്നിട്ടുണ്ട് അതിന്റെ ടോട്ടൽ നമ്പർ ഇൻറ്റു 100. ക്ലിയർ ആണോ? 8th one.
ഓക്കെ ആണോ? ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം, 9th വൺ നോക്കാം. പെർസെന്റേജ് ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ. ഓക്കെ, എന്താണ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞാല്? പഠിച്ചിട്ടുണ്ടല്ലോ നിങ്ങള്, ബ്ലഡ് ബാങ്കിലൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, ആദ്യം മിസ് പറഞ്ഞു തന്നിട്ടുണ്ടാവുമല്ലോ. ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ എന്തായിരിക്കാം? ബ്ലഡുകള് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് അല്ലെ. അതിനകത്ത് എന്തെങ്കിലും ബ്ലഡ് മാറി അല്ലെങ്കിൽ അനുയോജ്യമല്ലാത്ത ബ്ലഡുകള് നമ്മള് മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ റിയാക്ഷൻ സംഭവിക്കാം. അതിന്റെ പെർസെന്റേജ് ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ് സംഭവിച്ചതിന്റെ പെർസെന്റേജ് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫോർമുല യൂസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഇനി ഹോസ്റ്റൈൽ റിയാക്ഷൻ to transfusion of blood or blood component should be considered as transfusion reaction. നമുക്കറിയാം അല്ലെ, തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ അനുയോജ്യമല്ലാത്ത ബ്ലഡ് കമ്പോണൻസ്, ബ്ലഡുകൾ നമ്മൾ മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണ് ഇങ്ങനെയുള്ള റിയാക്ഷൻസ് സംഭവിക്കുന്നത്. If it may range from a mild allergic reactions including chills rigors. അവിടെ പറയുന്നത് ചിൽ റിഗോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ഇങ്ങനെ ബ്ലഡുകളൊക്കെ കയറ്റുമ്പോ ആദ്യം തണുപ്പ് വരാം, തണുത്ത് പിന്നെ അത് വിറയലോട് കൂടിയിട്ടുള്ള പനിയിലേക്കൊക്കെ വരാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാം. ഇനി അതുപോലെ തന്നെ എന്താണ് ടു ലൈഫ് ത്രെട്ടനിങ് കോംപ്ലിക്കേഷൻസ്. ഏതൊക്കെയാണ് വരുന്നത്? ലൈഫ് ത്രെട്ടനിങ് വരെ സംഭവിക്കും അല്ലെ. ഏതൊക്കെയാണ്? such as Charlie and graft versus host diseases. ഓക്കെ, ട്രാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫുൾ ഫോം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ട്രാലി എന്ന് പറഞ്ഞാല് ട്രാൻസ്ഫ്യൂഷൻ റിലേറ്റഡ് acute 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 lung injury. Transfusion related acute lung injury. ഓക്കെ, ഇപ്പൊ ചാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ട്രാൻസ്ഫ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് ലങ്സിന് പെട്ടെന്ന് വരുന്ന ഇഞ്ചുറി ആണ് കേട്ടോ. ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ലങ്ങിന് വരുന്ന പെട്ടെന്നുള്ളൊരു ഇഞ്ചുറിനെയാണ് നമ്മള് ട്രാലി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ട്രാൻസ്ഫ്യൂഷൻ റിലേറ്റഡ് അക്യൂട്ട് ലങ് ഇഞ്ചുറി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് ഡിസീസസ് അല്ലെ. അതിന്റെ ഷോർട്ട് ഫോം നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? GVHD അല്ലെ, GVHD, ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് ഡിസീസസ്. നിങ്ങൾ ഈ മജ്ജമാറ്റിവെക്കൽ ശാസ്ത്രക്രിയയൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ, കേട്ടിട്ടുണ്ടോ നിങ്ങള്? മജ്ജമാറ്റിവെക്കല്. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ സംഭവിക്കുമ്പോ മജ്ജമാറ്റിവെക്കുമ്പോ മറ്റൊരാളുടെ കയ്യിൽ നിന്നും സ്റ്റെം സെൽസ് സ്വീകരിക്കുമ്പോ അല്ലെ, മറ്റൊരാളുടെ കയ്യിൽ നിന്നുള്ള സ്റ്റെം സെൽസ് ആണ് അല്ലെ ഈ ഇങ്ങനെയുള്ള ശാസ്ത്രക്രിയക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ യൂസ് ചെയ്യുമ്പോ സ്വീകരിക്കുമ്പോ അത് നമ്മുടെ അല്ലാത്തതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ ശരീരം എന്ത് ചെയ്യുന്നുണ്ട്? അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അതിനെയാണ് ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് ഡിസീസസ് എന്ന് പറയുന്നത്. ഓക്കെ, മജ്ജമാറ്റിവെക്കൽ ശസ്ത്രക്രിയയൊക്കെ ചെയ്യുമ്പോ മറ്റൊരാളുടെ സ്റ്റെം സെൽസ് ആണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ അല്ലാന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ശരീരം എന്ത് ചെയ്യുന്നു? അറ്റാക്ക് ചെയ്യുന്നു. ഓക്കെ, രണ്ട് കാര്യങ്ങളാണ് അവിടെ വരുന്നത്. ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് ഡിസീസസും ഉണ്ട്, അതുപോലെ ട്രാലിയും ഉണ്ട്. ഇങ്ങനെ ട്രാൻസ്ഫ്യൂഷൻ നമ്മള് റിയാക്ഷൻസ് ആണ് പറയുന്നത്. ട്രാൻസ്ഫ്യൂഷൻ ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള റിയാക്ഷനുകൾ സംഭവിക്കാം. ഓക്കെ, ഇനി അതിന്റെ ഫോർമുല എന്താണെന്ന് നോക്കിയേ. നമ്പർ ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ് അല്ലെ, ഇങ്ങനെ ബ്ലഡുകള് നമ്മള് ട്രാൻസ്ഫർ ചെയ്തപ്പോ എത്ര പേർക്ക് ഇങ്ങനെയുള്ള റിയാക്ഷൻസ് സംഭവിക്കുന്നുണ്ട്? ഓക്കെ, അതിന്റെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് ട്രാൻസ്ഫേർഡ്. ഓക്കെ, ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളവരുടെ ടോട്ടൽ എണ്ണം ഇൻറ്റു 100. കിട്ടിയോ?
നമ്മള് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്തപ്പോ എത്ര ആൾക്ക് റിയാക്ഷൻസ് ഉണ്ടായിട്ടുണ്ട് അതിന്റെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ എത്ര പേർക്ക് നമ്മൾ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് അതിന്റെ എണ്ണം ഇൻറ്റു 100. ഓക്കെ ആണോ? 8ഉം 9ഉം ക്ലിയർ ആയോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. വായിച്ചു നോക്കാം കേട്ടോ. ഒന്നും കൂടി പറഞ്ഞു തരാം കേട്ടോ. ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് ഡിസീസസ് അല്ലെ. ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് ഡിസീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മത്സ്യമാറ്റൃക ശാസ്ത്രക്രിയയൊക്കെ നടത്താറുണ്ടല്ലേ. അങ്ങനെ നടത്തുമ്പോൾ മറ്റൊരാളുടെയാണ് നമ്മൾ സ്വീകരിക്കുന്നത് അല്ലെ. സ്റ്റെം സെൽസ് ഒക്കെ സ്വീകരിക്കുമ്പോൾ മറ്റൊരാളുടെയാണ് സ്വീകരിക്കുന്നത്. അങ്ങനെ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ശരീരം എന്ത് വിചാരിക്കും? നമ്മുടെ എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ശരീരം അതിനെതിരെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പൊ എന്തെങ്കിലും അലർജീസോ എന്തെങ്കിലും ഇപ്പോ ബ്ലഡ് തന്നെ എന്താണ് സ്വീകരിക്കുമ്പോൾ നമ്മുടെ എല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇങ്ങനെ അലർജീസ് സംഭവിക്കാറുണ്ട്. വിറയല്, പനി ഇതൊക്കെ വരാറുണ്ട്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായോ? ഫോർമുല പറയണോ? ഫോർമുല എന്ന് പറഞ്ഞാല് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്തപ്പോ ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എത്ര പേർക്ക്, ചിലപ്പോ എല്ലാവർക്കും വരണമെന്നില്ല അല്ലെ, എത്ര പേർക്ക് റിയാക്ഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, എത്ര പേർക്കാണ് റിയാക്ഷൻസ് ഉണ്ടായിട്ടുള്ളത് അവരുടെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ എത്ര പേർക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് അവരുടെ ടോട്ടൽ എല്ലാം ഇൻറ്റു 100. കിട്ടിയോ ആൽവി? മനസ്സിലായോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ ആണോ? ഓക്കെ, ഡൗട്ട് ഒന്നുമില്ലല്ലോ രണ്ട് ഫോർമുലയിലും. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം കേട്ടോ. നെക്സ്റ്റ് ആണ് സ്റ്റാൻഡർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ ഫോർ ICU. നിങ്ങൾക്ക് അറിയാലേ മോർട്ടാലിറ്റി റേഷ്യോ എന്താണ്? മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാല് എന്താണ്? മോർട്ടാലിറ്റി എന്താണ്? ഡെത്ത് അല്ലെ, മരണനിരക്കാണ് അല്ലെ മോർട്ടാലിറ്റി റേഷ്യോ. ഓക്കെ, അപ്പോ ഐസിയുല് ഫോം ചെയ്തിട്ടുള്ള മരണനിരക്ക് എത്രത്തോളം ഉണ്ട് അതിന്റെ പെർസെന്റേജ് ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റാൻഡർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ ഈസ് ദ റേഷ്യോ ഓഫ് ദ perceived or actual mortality and anticipated mortality for a specific time period. ഇവിടെ പറയുന്നത്
പെർസീവ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിലുള്ള നമ്മള് ഇപ്പോ യഥാർത്ഥത്തിൽ നമ്മള് ഉള്ള മോർട്ടാലിറ്റി റേഷ്യോയും മോർട്ടാലിറ്റി അതിന്റെ നിരക്ക്, അതുപോലെ തന്നെ ആന്റിസിപ്പേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രതീക്ഷിക്കുന്ന മരണം അല്ലെ, യഥാർത്ഥത്തിൽ സംഭവിച്ച മരണങ്ങള്, അതാണ് പെർസീവ്ഡ് എന്ന് പറഞ്ഞാല്. ഓക്കെ, ആന്റിസിപ്പേറ്റഡ് എന്ന് പറഞ്ഞാല് പ്രതീക്ഷിക്കുന്നതായിട്ടുള്ള മരണങ്ങള്. അപ്പൊ പെർസീവ്ഡ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ മരിക്കും എന്നുള്ളത്. ഓക്കെ, അവിടെ പറയുന്നത് ഇപ്പോ ICUലൊക്കെ കിടക്കുന്ന പേഷ്യൻസ് അല്ലെ, കിടപ്പ് രോഗികളൊക്കെ സീരിയസ് ആയിട്ട് കിടക്കുന്നത്. ഓക്കെ, അതാണ് പെർസീവ്ഡിൽ വരുന്നത്. ഇനി അതുപോലെ തന്നെ ആന്റിസിപ്പേറ്റ്, പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ വെന്റിലേറ്ററിൽ കിടക്കുന്ന രോഗികളൊക്കെ ആണെങ്കിൽ ആ എക്യുപ്മെന്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താണ്, മരിക്കാം എന്നുള്ളത് അല്ലെ, പ്രതീക്ഷിക്കുന്നതാണ് അല്ലെ ആ മരണങ്ങള്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള മരണങ്ങളുടെ റേറ്റ്, അതിന്റെ റേഷ്യോ ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിന്റെ ഫോർമുല നോക്കിയേ, ആക്ച്വൽ ഡെത്ത് ഇൻ ICU അല്ലെ, ആക്ച്വൽ ഡെത്ത് അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ മരിക്കുന്നത്, അതിന്റെ നിരക്ക്, മരിക്കുന്നത് ഏതൊക്കെയാണ്, അതിന്റെ എത്രത്തോളം ഉണ്ട് എന്നുള്ളത്, ആക്ച്വൽ ആയിട്ട് ഡെത്ത് സംഭവിക്കുന്നത്. ഇനി ഡിവൈഡഡ് ബൈ പ്രിഡിക്റ്റഡ് അല്ലെ, എന്താണ്, പ്രതീക്ഷിക്കാവുന്നത്. വെന്റിലേറ്ററിലൊക്കെ കിടക്കുന്ന രോഗികള് നമ്മൾ ആ എക്യുപ്മെന്റൊക്കെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, മരണം സംഭവിക്കാം അല്ലെ, സംഭവിക്കാം. ഒരു ജീവന്റെ തുടിപ്പ് മാത്രമേ ഉള്ളൂ എന്ന് പറയാറുണ്ടല്ലേ. ഓക്കെ, ആ വെന്റിലേറ്ററിൽ നിന്ന് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് എന്താണ്, രോഗി മരിക്കാം എന്ന് പറയാം, പ്രതീക്ഷിക്കുന്ന മരണം. ഓക്കെ, അതാണ് പ്രെഡിക്റ്റഡ് ഡെത്ത് ഇൻ ICU into 100. ഓക്കെ, ആക്ച്വൽ ഡെത്ത് ഇൻ ICU ഡിവൈഡഡ് ബൈ പ്രെഡിക്റ്റഡ് ഡെത്ത് ഇൻ ICU into 100. കിട്ടിയോ? അതാണ് സ്റ്റാൻഡർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ ഫോർ ICU. ആക്ച്വൽ ആയിട്ട് ഡെത്ത് ചെയ്യുന്നതും അതുപോലെ തന്നെ പ്രെഡിക്റ്റഡ് ആയിട്ടുള്ളതും. ഓക്കെ, അതിന്റെ നമ്പേഴ്സുകൾ എഴുതാം, അതിന്റെ പെർസെന്റേജ് കാണാം. ക്ലിയർ ആയോ? ആക്ച്വൽ ഡെത്ത് ഇൻ ICU ഡിവൈഡഡ് ബൈ പ്രെഡിക്റ്റഡ്, പ്രതീക്ഷിക്കാവുന്നത്, പ്രെഡിക്റ്റഡ് ഡെത്ത് ഇൻ ICU into 100. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് റിട്ടേൺ ടു ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് within 72 hours with a similar presenting complaints. അപ്പോ ഇവിടെ പറയുന്നത് എന്താണ്, 72 മണിക്കൂറിനുള്ളില് തിരിച്ചു വരുന്ന പേഷ്യൻസ് അല്ലെങ്കിൽ എന്താണ് ആ കംപ്ലൈൻസുമായിട്ട്, ഞാൻ എക്സാമ്പിൾ പറയാം ക്ലിയർ ആവും. 72 മണിക്കൂറിനുള്ളില് കംപ്ലൈൻസുമായിട്ട് തിരിച്ചു വരുന്ന, കോംപ്ലിക്കേഷൻസ് കേട്ടോ. ഓക്കെ, അപ്പോ അവിടെ പറയുന്നത് കംപ്ലൈൻസുമായിട്ട് തിരിച്ചു വരുന്ന ഒരു പേഷ്യന്റിന്റെ പെർസെന്റേജ് ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോ ഇവിടെ പറയുമ്പോ എക്സാമ്പിൾ പറയാം, ഇപ്പോ 72 മണിക്കൂർ എന്നാണ് ഇവിടെ പറഞ്ഞത്. ഇപ്പൊ ഒരു രോഗി വന്നു, ഒരു രോഗിക്ക് കഠിനമായിട്ടുള്ള വയറുവേദന. അപ്പൊ എന്ത് ചെയ്യും, ഫസ്റ്റ് രോഗി വരുന്നത് എവിടേക്കായിരിക്കാം, കഠിനമായ വയറുവേദന, സീരിയസ് ആണ്. അപ്പൊ എന്താ, എവിടേക്കായിരിക്കാം ഫസ്റ്റ് വരുന്നത്, ഹോസ്പിറ്റലിലുള്ള ഏത് ഡിപ്പാർട്ട്മെന്റിലോട്ടായിരിക്കാം ഫസ്റ്റ് വരുന്നത്, അല്ലെങ്കിൽ എവിടേക്കായിരിക്കാം ഫസ്റ്റ് വരുന്നത്, വെരി ഗുഡ്, കാഷ്വാലിറ്റിയിലോട്ടാണ് അല്ലെ, എമർജൻസി ഡിപ്പാർട്ട്മെന്റിലോട്ട് വരും. അപ്പൊ ഡോക്ടർ എന്ത് ചെയ്യും, അവിടെ നിന്ന് ചെക്ക് ചെയ്യും അല്ലെ, ചെക്ക് ചെയ്യും. കുറച്ചു നേരം ചിലപ്പോ മരുന്നൊക്കെ കിടത്തും അല്ലെ, മരുന്നൊക്കെ കൊടുത്ത് കിടത്തി കുറച്ച് കഴിയുമ്പോ അദ്ദേഹത്തിന് എന്താണ്, വേദനയൊക്കെ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ മരുന്ന് കൊടുത്ത് വീട്ടിലേക്ക് വിട്ടു. ഓക്കെ, ഇനി വീട്ടിലേക്ക് പോയതിനു ശേഷം അദ്ദേഹത്തിന് പിന്നെയും വയറുവേദന വന്നു. 72 മണിക്കൂറിനുള്ളിൽ കേട്ടോ, പിന്നെയും വേദന വന്നിട്ട് പിന്നെയും എന്ത് ചെയ്തു, ഇവിടേക്ക് തന്നെ തിരിച്ചു വന്നു. ഓക്കെ, അങ്ങനെ വരുന്നതിന്റെ പെർസെന്റേജ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആണോ അതിന്റെ കൺസെപ്റ്റ്? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കിയേ, നമ്പർ ഓഫ് റിട്ടേൺ ടു എമർജൻസി വിത്തിൻ 72 hours with a similar presenting complaints അല്ലെ, 72 മണിക്കൂറിനുള്ളില് ആ കംപ്ലൈൻസുമായിട്ട് അല്ലെ, വയറുവേദന വന്നു, വീട്ടിലേക്ക് വിട്ടു, പിന്നെയും തിരിച്ചു വന്നു അല്ലെ, 72 മണിക്കൂറിനുള്ളിൽ സംഭവിച്ചതാണ്. അപ്പൊ അങ്ങനെ വന്നതിന്റെ എത്ര പേര് അങ്ങനെ വന്നിട്ടുണ്ട്, 72 മണിക്കൂറിനുള്ളിൽ
വീണ്ടും ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. നമ്പർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പേഷ്യൻസ് who have come to the emergency. ഇനി എത്ര പേരാണ് കാഷ്വാലിറ്റിയിലോട്ട് വന്നിരിക്കുന്നത് ആ ദിവസം? മനസ്സിലായോ? അവരുടെ ടോട്ടൽ നമ്പർ ഇൻറ്റു 100. ഓക്കെ, എത്ര പേര് വന്നിട്ടുണ്ട്? ആ വന്നവരില് വീണ്ടും തിരിച്ചു വന്നവരുടെ എണ്ണം 72 മണിക്കൂറിനുള്ളിൽ വീണ്ടും തിരിച്ചു വന്നവർ ആരൊക്കെയാണ്? അവരുടെ ടോട്ടൽ എണ്ണം. ഇനി എമർജൻസി കാഷ്വാലിറ്റിയിലോട്ട് എത്ര പേരാണ് വൈദ്യസഹായം തേടി വന്നിരിക്കുന്നത്? അവരുടെ ടോട്ടൽ നമ്പർ ഇൻറ്റു 100. ക്ലിയർ ആയോ? മണിക്കൂറിനുള്ളില് സെയിം റീസൺ ആയിട്ട് സെയിം കംപ്ലൈൻസ് ആയിട്ട് വന്നിരിക്കുന്നത്. ഹോസ്പിറ്റലിൽ തിരിച്ചു വിട്ടു, പിന്നെയും ആ റീസൺ സെയിം കംപ്ലൈന്റുമായിട്ട് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻ ഒക്കെ ആവാം അല്ലെ, അങ്ങനെ ആ കോംപ്ലിക്കേഷൻ ഒക്കെ ആയിട്ട് വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നവരുടെ ടോട്ടൽ പെർസെന്റേജ് ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഫോർമുല ആയതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വായിക്കാൻ പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പെർസെന്റേജ് ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. 9, അതുപോലെ തന്നെ 10th വൺ കേട്ടോ, സ്റ്റാൻഡർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ ഫോർ ICU, അതും ഇമ്പോർട്ടന്റ് ആണ്. 9 and 10. ഓക്കെ, 10ഉം 11ഉം ജസ്റ്റ് ഒന്ന് വായിക്കാം. ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് ആണ് ഇൻസിഡൻസ് ഓഫ് 12th വൺ കേട്ടോ. ഇൻസിഡൻസ് ഓഫ് hospital associated pressure ulcers after admission, beds or per 1000 patient day. Pressure ulcer എന്ന് പറഞ്ഞാൽ എന്താണ് പ്രഷർ അൾസർ എന്ന് പറഞ്ഞാൽ? ആർക്കെങ്കിലും അറിയോ എന്താണ് അൾസർ എന്ന് പറഞ്ഞാല്? അൾസേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഈ എന്താണ് വ്രണങ്ങൾ ഉണ്ടാവുന്നില്ലേ, പൊട്ടലുകളൊക്കെ. ഓക്കെ, ഒരു രോഗികള് ഇങ്ങനെ അഡ്മിറ്റ് ആയി കിടപ്പോട് കൂടിയിട്ടൊക്കെ കിടക്കുമ്പോ അവരുടെ പുറം ഭാഗങ്ങളൊക്കെ എന്തുണ്ടാവാറുണ്ട്, പൊട്ടാറുണ്ട് അല്ലെ. ഓക്കെ, മുറിവുകൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതിന്റെ പെർസെന്റേജ് ആണ് ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി അങ്ങനെയുള്ള വ്രണങ്ങൾ എങ്ങനെയൊക്കെ വരാം എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. നോക്കിയേ, അപ്പോ pressure ulcers is a localized injury ആണ്, localized injury ആണ് to the skin. സ്കിന്നിൽ ഉണ്ടാകുന്ന ഒരു localized injury ആണ്. Or underlying tissues normally over the bony prominence. Okay, എല്ലുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാവാം, അല്ലെങ്കിൽ എന്താണ് as a result of a pressure or pressure in consolidation with the tear and all friction. ഓക്കെ, ഇപ്പോ എല്ലുകൾ ഇങ്ങനെ കുത്തി ചിലപ്പോൾ നിൽക്കുന്നത് കൊണ്ടാവാം, എല്ലുകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടാവാം, അല്ലെങ്കിൽ ഇപ്പോ നമ്മൾ എന്തെങ്കിലും കൊണ്ട് മുറിഞ്ഞിട്ടുണ്ടാവാം. ഓക്കെ, മനസ്സിലായോ? ഫ്രിക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കൊണ്ട് ഉരഞ്ഞതാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും മുന്നിലുള്ള വസ്തുക്കളൊക്കെ കൊണ്ട് എന്തെങ്കിലും കൊണ്ടിട്ട് അതിനകത്തുനിന്ന് എന്താണ് വ്രണങ്ങൾ സംഭവിക്കുന്നതാവാം. ഓക്കെ, അങ്ങനെ ഒക്കെ എന്താണ് അൾസേഴ്സ് വരാറുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും കൊണ്ട് ഉരഞ്ഞതാവാം അല്ലെ. ഇപ്പോ നമ്മൾ ബെഡ്ഷീറ്റുകളൊക്കെ കൊണ്ട് കിടപ്പുകളെ കൂടി കിടക്കുമ്പോൾ തൊലിയിലേക്ക് അല്ലെ അതിങ്ങനെ കൊണ്ട് ഉരഞ്ഞിട്ട് വ്രണങ്ങൾ സംഭവിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും മുറിവുകൾ എന്തെങ്കിലും കൊണ്ട് മുറിഞ്ഞിട്ടുള്ളതാവാം. ഓക്കെ, അതാണ് ഷിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇങ്ങനെയുള്ള അൾസേഴ്സ് വ്രണങ്ങൾ സംഭവിക്കുന്നത്. സ്കിന്നിൽ ഉണ്ടാവുന്ന ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഇഞ്ചുറിയാണ്. അത്രയും കാര്യം മനസ്സിലായോ? ഇനി അങ്ങനെ വരുമ്പോ ഉള്ള പെർസെന്റേജ് ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫോർമുല നോക്കിയേ, നമ്പർ ഓഫ് പേഷ്യൻസ് ഹു ഡെവലപ്പ് ന്യൂ ഓർ ആണ് അവിടെ, ഓർ വ്രോസ്നിങ്. ഓക്കെ, അത് അവിടെ ആ സ്ലാഷ് കൊടുത്തിരിക്കുന്നത് ഓർ ആണെന്നുള്ളത് മനസ്സിലാക്കാം കേട്ടോ, ഡിവൈഡഡ് അല്ല. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് പേഷ്യൻസ് ഹു ഡെവലപ്പ് ന്യൂ ഓർ വ്രോസ്നിങ് ഓഫ് പ്രഷർ അൾസർ divided by total number of patient day into 1000. Clear ആയോ ഫോർമുല? ഓക്കെ, ആ രണ്ട് നമ്മുടെ ഫസ്റ്റ് സ്ലാഷ് കൊടുത്തിരിക്കുന്നത് ഓറാണെന്നുള്ളത് ഓർത്ത് വെക്കാം. അപ്പൊ എന്താണ് നമ്പർ ഓഫ് പേഷ്യൻസ് ഹു ഡെവലപ്പ് ന്യൂ അല്ലെ, ഹോസ്പിറ്റലിൽ വന്നിട്ടുള്ള പേഷ്യൻസിൽ പുതിയതായിട്ട് പ്രഷർ അൾസേഴ്സ് ഉണ്ടായിട്ടുള്ളവര്, പുതിയതായിട്ടുള്ള പേഷ്യൻസില് ആർക്കൊക്കെയാണ് ഇങ്ങനെയുള്ള വ്രണങ്ങൾ ഉണ്ടായിട്ടുള്ളത് അതിന്റെ നമ്പർ. അല്ലെങ്കിൽ എന്താണ് ഓൾറെഡി ഉണ്ടായിട്ട് worsening ഓഫ് പ്രഷർ അൾസേഴ്സ്, എന്താണ് ഓൾറെഡി ഉണ്ടായിട്ട് എത്ര പേർക്ക് അത് എന്താണ് worsening എന്ന് പറഞ്ഞാല് മോശമായത് അല്ലെ, അത് കൂടുതല് മോശമാവുക. അപ്പൊ എത്ര പേർക്ക് ഓൾറെഡി ഉണ്ടായിട്ട് എത്ര പേർക്ക് അതില് worsening ആയിട്ടുണ്ട്, ഓക്കെ, കൂടുതൽ അത് മോശമായിട്ടുണ്ട്, അവരുടെ ടോട്ടൽ എണ്ണം. ഇത്തരം കാര്യം പിടികിട്ടിയോ? രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഹോസ്പിറ്റലില് വന്നിട്ടുള്ള പേഷ്യൻസില് പുതിയതായിട്ട് പ്രഷർ അൾസേഴ്സ് എത്ര പേർക്ക് ഉണ്ടായിട്ടുണ്ട്, ഓർ ഓൾറെഡി ഉണ്ടായിട്ടുണ്ടാവാം, അവർക്ക് ഓൾറെഡി ഉണ്ടായിട്ടുണ്ടാവും, എത്ര പേർക്ക് അത് കൂടുതൽ മോശമായിട്ടുണ്ട്, അതേ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യൻസ് അല്ലെ. ഓക്കെ, അവിടെ വന്നിട്ടുള്ള അഡ്മിറ്റ് ആയിട്ടുള്ള ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യൻസ് ഇൻടു 1000. ഓക്കെ ആണോ? ക്ലിയർ ആയോ? ആ പേഷ്യൻസ് ഡേയ്സ് ഉണ്ട്. ചിലപ്പോ എന്താണ് ആ ഡേയ്സിൽ വന്നിരിക്കുന്ന 1000 പേഷ്യൻസ് ആണെങ്കിൽ കേട്ടോ. ഡേയ്സ് ഉണ്ട് കേട്ടോ. ആ കാര്യം പിടികിട്ടിയോ? പുതിയതായിട്ട് ഇപ്പൊ ഹോസ്പിറ്റലിൽ വന്ന പേഷ്യൻസിൽ പുതിയതായിട്ട് എത്ര പേർക്ക് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ എന്താണ് ഓർ ഓൾറെഡി ഉണ്ടായിട്ട് എത്ര പേർക്ക് മോശമായിട്ടുണ്ട്.
ഓക്കെ, അതിന്റെ നമ്പർ ഡിവൈഡഡ് ബൈ, പിന്നെയാണ് ഡിവൈഡഡ് ചെയ്യുന്നത് കേട്ടോ. അത് ചിലപ്പോ തെറ്റാറുണ്ടേ, ഓർത്ത് വെക്കാം. ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പൊ എത്ര പേർക്ക് ഉണ്ടായിട്ടുണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യൻസ് ഡേയ്സ് ഇൻടു 1000. ഓക്കെ ആണോ? ഈ നെക്സ്റ്റ് നോക്കാം, 13 നോക്കാം കേട്ടോ. കത്തീറ്റർ അസോസിയേറ്റഡ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ റേറ്റ്. എന്താ പറയുന്നത്? കത്തീറ്റർ അല്ലെ. ഇപ്പൊ യൂറിനൊക്കെ പോവാനായിട്ട് ബുദ്ധിമുട്ടുള്ള പേഷ്യൻസിനൊക്കെ നമ്മൾ എന്ത് ചെയ്തു കൊടുക്കാറുണ്ട്? എന്ത് ചെയ്തു കൊടുക്കും? കത്തീറ്റർ ഇട്ട് കൊടുക്കാറുണ്ട് അല്ലെ, ട്യൂബ് ഇട്ട് കൊടുക്കാറുണ്ട്. ട്യൂബ് ഇട്ട് കൊടുക്കും അല്ലെ. കത്തീറ്റർ എന്ന് പറഞ്ഞാല് ഒരു സ്മോൾ പ്ലാസ്റ്റിക് ട്യൂബ് ആണ് അല്ലെ. അപ്പൊ കത്തീറ്റർ നമ്മള് പ്ലേസ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഓക്കെ, അങ്ങനെ കൊടുക്കുമ്പോ എത്ര പേർക്ക് ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ട്? ഓക്കെ, യൂറിൻ പോകാത്ത പേഷ്യൻസിന് നമ്മള് കത്തീറ്റർ ഉപയോഗിച്ച് കത്തീറ്റർ ഇട്ട് കൊടുക്കാറുണ്ട്. സ്മോൾ പ്ലാസ്റ്റിക് ട്യൂബ് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോ എത്ര പേർക്ക് ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ട്? അതിന്റെ റേറ്റ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. നമ്പർ ഓഫ് യൂറിനറി കത്തീറ്റർ അസോസിയേറ്റഡ് urinary tract infections in a month divided by number of urinary catheter days in that month into 1000. Okay, ഇവിടെ പറയുന്നത് ഒരു മാസത്തില് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ഉണ്ടായിട്ടുള്ള പേഷ്യൻസിന്റെ എണ്ണം, ഒരു മന്തില് ഒരു മാസത്തില് എത്ര പേർക്ക് ഇങ്ങനെയുള്ള കത്തീറ്റർ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടായിട്ടുണ്ട്? ഒരു മാസത്തിൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുള്ള പേഷ്യൻസിന്റെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ ഒരു മാസത്തില് എത്ര പേർക്കാണ് യൂറിനറി കത്തീറ്റർ ഉപയോഗിച്ചിട്ടുള്ളത്? ഓക്കെ, ഒരു മാസത്തില് എത്ര പേർക്കാണ് യൂറിനറി കത്തീറ്റർ ഉപയോഗിച്ചിട്ടുള്ളത്? അതേ ഇൻറ്റു 1000. ക്ലിയർ ആണോ? വായിച്ചു നോക്കിയേ. 12 and 13 ഫോർമുല വായിക്കാം കേട്ടോ. രണ്ട് ഫോർമുല ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. ക്ലിയർ ആണോ? പതിമൂന്നാമത്തെ ഫോർമുല. ഓക്കെ, 13ാമത്തെ ഫോർമുലയിൽ പറയുന്നത് നമ്മൾ കത്തീറ്റർ യൂസ് ചെയ്യുമ്പോ അല്ലെ, യൂറിൻ പോകാത്തവർക്ക് കത്തീറ്റർ പ്ലാസ്റ്റിക് ട്യൂബ് നമ്മൾ ഇട്ട് കൊടുക്കും. അപ്പൊ അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ഇട്ട് കൊടുക്കുമ്പോ ചിലവർക്ക് ഇൻഫെക്ഷൻസ് വരാറുണ്ട്. ഓക്കെ, അതിന്റെ റേറ്റ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോ അതിൽ പറയുന്നത് എന്താണ്? number of urinary catheter associated UTIs in a month
all divided by number of urinary catheter days in that month into 1000. ഇവിടെ പറയുന്നത് ഒരു മാസത്തില് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ഉണ്ടായിട്ടുള്ള പേഷ്യൻസിന്റെ എണ്ണം അതാണ് അവിടെ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്. നമ്പർ ഓഫ് യൂറിനറി catheter associated UTIs in a month. Okay. ഒരു മാസത്തില് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് കത്തീറ്റർ ഉപയോഗിക്കുമ്പോൾ ഇൻഫെക്ഷൻസ് ഉണ്ടായിട്ടുള്ള പേഷ്യൻസിന്റെ എണ്ണം ഡിവൈഡഡ് ബൈ ഒരു മാസത്തില് എത്ര പേർക്കാണ് ഇങ്ങനെയുള്ള കത്തീറ്റർ ഉപയോഗിച്ചിട്ടുള്ളത് അവരുടെ ടോട്ടൽ നമ്പർ ഇൻടു 1000. ക്ലിയർ ആണോ? ഇനി നെക്സ്റ്റ് നോക്കാം. വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ റേറ്റ്. ഓക്കെ, വെന്റിലേറ്റർ ഉപയോഗിച്ചിട്ടുള്ളവർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിക്കുമ്പോൾ ആർക്കെങ്കിലൊക്കെ ന്യൂമോണിയ വരാറുണ്ട് അല്ലെ? എല്ലാ പേഷ്യൻസിനും വരണമെന്നില്ല, ചില പേഷ്യൻസിനൊക്കെ അങ്ങനെയുള്ള ന്യൂമോണിയാസ് വരാറുണ്ട്, അപ്പൊ അങ്ങനെ വന്നിട്ടുള്ളവരുടെ റേറ്റ് ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫോർമുല നോക്കാം. നമ്പർ ഓഫ് വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ ഇൻ എ മന്ത് divided by number of ventilator days in that month into 1000. ഇവിടെ പറയുന്നത് ഒരു മാസത്തില് വെന്റിലേറ്ററുമായിട്ട് ബന്ധപ്പെട്ട ന്യൂമോണിയ വന്നവര് വെന്റിലേറ്റർ ഉപയോഗിക്കുമ്പോൾ ഒരു മാസത്തിനുള്ളിൽ എത്ര പേർക്ക് ന്യൂമോണിയ വന്നിട്ടുണ്ട് അവരുടെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് വെന്റിലേറ്റർ ഡേയ്സ് ഇൻ ദാറ്റ് മന്ത്. ഒരു മാസത്തില് എത്ര പേര് ഈ വെന്റിലേറ്റർ ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു മാസത്തിൽ എത്ര പേര് ആ വെന്റിലേറ്റർ ഉപയോഗിച്ചു, ആ ഉപയോഗിച്ചവരിൽ എത്ര പേർക്ക് ന്യൂമോണിയ വന്നിട്ടുണ്ട്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. അതേ ഇൻറ്റു 1000. ക്ലിയർ ആയോ? വെന്റിലേറ്റർ ഉപയോഗിക്കുമ്പോൾ എത്ര പേർക്കാണ് ന്യൂമോണിയ വന്നിട്ടുള്ളത് അവരുടെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ വെന്റിലേറ്റർ ഉപയോഗിച്ചവരുടെ ടോട്ടൽ എണ്ണം ഇൻറ്റു ആ മാസത്തില് വെന്റിലേറ്റർ ഉപയോഗിച്ചവരുടെ ടോട്ടൽ എണ്ണം into 1000. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ റേറ്റ്. സെൻട്രൽ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. ഒരു ലാർജ് വെയിനിലേക്ക് ലോങ് തിൻ ട്യൂബ് പ്ലേസ് ചെയ്യുന്ന പ്രൊസീജിയർ. ശരിക്കും പറഞ്ഞാൽ എന്താണ്? ട്രിപ്പ് ഇട്ട് കൊടുക്കാറില്ലേ നമ്മള്? മെഡിസിനൊക്കെ കയറ്റാൻ വേണ്ടിട്ട് ട്രിപ്പുകളൊക്കെ ഇടാറുണ്ട് അല്ലെ? അത് തന്നെയാണ് സെൻട്രൽ ലൈൻ എന്ന് പറയുന്നത് കേട്ടോ. ഏറ്റവും വലിയ ലാർജ് വെയിനിലേക്ക് ലോങ് തിൻ ട്യൂബ് പ്ലേസ് ചെയ്യുന്ന പ്രൊസീജിയർ, അതിനെയാണ് സെൻട്രൽ ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോ എന്താണ് ഇൻഫെക്ഷൻസ് സംഭവിക്കാം. ബ്ലഡ് സ്ട്രീമുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നുണ്ട്. അതിന്റെ റേറ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നോക്കിക്കോളൂ. ഒന്നുകൂടി പറയാം. സെൻട്രൽ ലൈൻ എന്ന് പറഞ്ഞാല് ലാർജ് വെയിനിലേക്ക് ലോങ് തിൻ ട്യൂബ് പ്ലേസ് ചെയ്യുന്ന പ്രൊസീജിയർ ആണ് സെൻട്രൽ ലൈൻ എന്ന് പറഞ്ഞാല്. ലാർജ് വെയിനിലേക്ക് ലോങ് തിൻ ട്യൂബ് പ്ലേസ് ചെയ്യുന്ന പ്രൊസീജിയർ ആണ്. ഓക്കെ, എക്സാമ്പിൾ വേണമെങ്കിൽ എഴുതി വെക്കാം. ട്രിപ്പ് ഇടുന്നത്, മെഡിസിൻ ഒക്കെ കയറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രിപ്പ് ഇടാറുണ്ട് അല്ലെ? ഓക്കെ, അത് ലാർജ് വെയിനിലേക്കാണ് പ്ലേസ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെയുള്ള ട്യൂബ്, ലോങ് തിൻ ട്യൂബ് ലാർജ് വെയിനിലേക്കാണ് പ്ലേസ് ചെയ്യുന്നത്. അപ്പൊ അതിനെയാണ് സെൻട്രൽ ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ അങ്ങനെ പ്ലേസ് ചെയ്യുമ്പോൾ ബ്ലഡ് സ്ട്രീമുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചില ഇൻഫെക്ഷൻസ് ചില രോഗികൾക്ക് ഉണ്ടാവാറുണ്ട്. അപ്പൊ അതിന്റെ പെർസെന്റേജ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫോർമുല നോക്കാം. നമ്പർ ഓഫ് സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ ഇൻ എ മന്ത്. ഓക്കെ, ഒരു മന്തില് ഇങ്ങനെ നമ്മൾ സെൻട്രൽ ലൈൻ പ്ലേസ് ചെയ്തപ്പോ
ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുള്ള രോഗികളുടെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ എത്ര പേർക്ക് ആ മന്തില് സെൻട്രൽ ലൈൻ ഫേസ് ചെയ്തിട്ടുണ്ട്. അതാണ് അവിടെ പറയുന്നത് നമ്പർ ഓഫ് സെൻട്രൽ ലൈൻ ഫേസ് ഇൻ ദാറ്റ് മന്ത്. എത്ര പേർക്കാണ് സെൻട്രൽ ലൈൻ ഫേസ് ചെയ്തിട്ടുള്ളത് അവരുടെ ടോട്ടൽ നമ്പർ ഇൻടു 1000. കിട്ടിയോ? ഓക്കെ, സെൻട്രൽ ലൈൻ ഫേസ് ചെയ്തപ്പോ എത്ര പേർക്ക് ഇൻഫെക്ഷൻസ് സംഭവിക്കുന്നുണ്ട് അവരുടെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ എത്ര പേർക്ക് ആ മന്തിൽ സെൻട്രൽ ലൈൻ ഫേസ് ചെയ്തിട്ടുണ്ട് ഇൻടു 100. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ റേറ്റ്. എന്താണ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ CSDയില്, ഓർക്കുന്നുണ്ടോ? എന്താണ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ? എന്താണ് കാർത്തിക? 100 or 1000? 15th പോയിന്റില് 1000 ആണല്ലോ. 100 എന്നാണോ കൊടുത്തിരിക്കുന്നത്? ആണ് ട്ടോ. ഓക്കെ, എന്താണ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ? വെരി ഗുഡ്. സർജറി ചെയ്ത ഭാഗത്ത് ഉണ്ടാവുന്ന ഇൻഫെക്ഷൻ അല്ലെ? സർജറി ടൈമിൽ വരുന്ന ഇൻഫെക്ഷൻ. ആ സർജറി ചെയ്യുമ്പോൾ ആ മുറിവിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ ആണ് നമ്മള് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. എത്ര പേർക്ക് സർജറിയുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ സർജറി ചെയ്തപ്പോ ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് സംഭവിച്ചിട്ടുണ്ട്, ഇൻഫെക്ഷൻസ് ഉണ്ടായിട്ടുണ്ട്, അതിന്റെ റേറ്റ് ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫോർമുല നോക്കിയേ. നമ്പർ ഓഫ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ ഇൻ ദ ഗിവൺ മന്ത് അല്ലെ? ആ മന്തില്, ഒരു മന്തില് എന്താണ് സർജറിയുമായിട്ട് ബന്ധപ്പെട്ട് എത്ര പേർക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അതിന്റെ നമ്പർ, ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സർജറീസ് പെർഫോംഡ് ഇൻ ദാറ്റ് മന്ത്. ഒരു മന്തില് എത്ര പേർക്ക് സർജറി ചെയ്തിട്ടുണ്ട് ഇൻടു 100. മനസ്സിലായോ? എത്ര പേർക്കാണോ ആ മന്തില് സർജറി ചെയ്തിരിക്കുന്നത് അതിൽ എത്ര പേർക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടായിട്ടുണ്ട്, അതിന്റെ റേറ്റ് ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിന്റെ ഫോർമുല എന്താണ്? നമ്പർ ഓഫ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ ഇൻ എ ഗിവൺ മന്ത്. ആ മന്തില്, ഒരു മന്തില് സർജറിയുമായിട്ട് ബന്ധപ്പെട്ട് സർജറി ചെയ്തപ്പോ എത്ര പേർക്ക് ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ട് അവരുടെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സർജറീസ് പെർഫോംഡ് ഇൻ ദാറ്റ് മന്ത്. ആ മന്തില് എത്ര പേര് സർജറി ചെയ്തിട്ടുണ്ട് ഇൻടു 100. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് 17th വൺ നോക്കിയേ. ഹാൻഡ് ഹൈജീൻ കംപ്ലൈൻസ് റേറ്റ്. ഇവിടെ കംപ്ലൈൻസ് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കാം? മീനിങ്? ഹാൻഡ് ഹൈജീൻ കംപ്ലൈൻസ് റേറ്റ് എന്തായിരിക്കാം മീനിങ് വരുന്നത്? കംപ്ലൈന്റ് ആണോ? എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്തായിരിക്കാം മീനിങ്? കംപ്ലൈൻസ് എന്ന് പറഞ്ഞാല് ഇവിടെ ഉദ്ദേശിക്കുന്നത് പാലിക്കുക. ഓക്കെ, കംപ്ലൈൻസ് മീൻസ് പാലിക്കുക. ഹാൻഡ് ഹൈജീൻ പാലിക്കുന്നവരുടെ എണ്ണമാണ് നമ്മളിവിടെ കണക്കാക്കുന്നത്. മനസ്സിലായോ? ഓക്കെ, ഹാൻഡ് ഹൈജീൻ പാലിക്കുന്നവരുടെ എണ്ണം, അതിന്റെ റേറ്റ് ആണ് ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിന്റെ ഫോർമുല നോക്കിയേ. ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഹൈജീൻ ആക്ഷൻസ് പെർഫോംഡ് divided by total number of hand hygiene opportunities into 100. ഫസ്റ്റ് പറഞ്ഞത് നോക്കാം. ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഹൈജീൻ ആക്ഷൻസ് പെർഫോംഡ് അല്ലെ? ഹാൻഡ് ഹൈജീൻ ആക്ഷൻസിന്റെ സോറി അടുത്ത് ഭയങ്കര ചുമ വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത്തിരി ബുദ്ധിമുട്ട്, ക്ലാസ് എടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, തൊണ്ടയ്ക്ക് ഇത്തിരി പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ചുമ വരുന്നത്. ഓക്കെ, അപ്പോ നമ്മളിവിടെ കണക്കാക്കുന്നത് ഹാൻഡ് ഹൈജീൻ കംപ്ലൈൻസ് റേറ്റ് ആണ്. ഹാൻഡ് ഹൈജീൻ പാലിക്കുന്നവരുടെ റേറ്റ് ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്.
അതിന്റെ ഫോർമുലയാണ് ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഹൈജീൻ ആക്ഷൻസ് പെർഫോംഡ് അല്ലെ. ഹാൻഡ് ഹൈജീൻ ആക്ഷൻസ് പ്രവർത്തനങ്ങളുടെ ആക്ഷന്റെ ആ പ്രവർത്തനങ്ങളുടെ ടോട്ടൽ എണ്ണം. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഹൈജീൻ ആക്ഷൻസ് പെർഫോംഡ്. ഹാൻഡ് ഹൈജീൻ ആക്ഷന്റെ പ്രവർത്തനങ്ങളുടെ ടോട്ടൽ എണ്ണം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഹൈജീൻ ഓപ്പർച്യൂണിറ്റീസ്. ഹാൻഡ് ഹൈജീൻ നടത്താനുള്ള അവസരങ്ങളുടെ എണ്ണം ഇൻറ്റു 100. ക്ലിയർ ആണോ? ഒന്നുകൂടിയും പറയാം. ഹാൻഡ് ഹൈജീൻ ആക്ഷന്റെ പ്രവർത്തനങ്ങളുടെ ടോട്ടൽ എണ്ണം അല്ലെ. ചിലവര് ഹാൻഡ് ഹൈജീൻ പാലിക്കാം, ചില സ്റ്റാഫുകൾ പാലിക്കണമെന്നില്ല അല്ലെ. റേഡിയോളജിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സേഫ്റ്റി പ്രിക്കോഷൻസ് പാലിക്കുന്നവരുടെ എണ്ണം റേറ്റ് നമ്മളവിടെ ഫോർമുലയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ചില സ്റ്റാഫുകൾ അത് പാലിക്കാം, ചില സ്റ്റാഫുകൾ പാലിക്കുന്നില്ല. അതുപോലെ തന്നെയാണ് ഇവിടെ ചില സ്റ്റാഫുകൾ ഹാൻഡ് ഹൈജീൻ പാലിക്കുന്നവരുണ്ടാവും. അപ്പൊ അവരുടെ റേറ്റ് ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് വരുന്നത് എന്താണ്? ഹാൻഡ് ഹൈജീൻ ആക്ഷന്റെ പ്രവർത്തനങ്ങളുടെ ടോട്ടൽ എണ്ണം ഡിവൈഡഡ് ബൈ ഹാൻഡ് ഹൈജീൻ നടത്താനുള്ള ഓപ്പർച്യൂണിറ്റീസിന്റെ എണ്ണം, അവസരങ്ങളുടെ എണ്ണം ഇൻറ്റു 100. മനസ്സിലായോ? ക്ലിയർ ആണോ? ഇത്രയും വരെ 17 വരെയും ഓക്കെ ആണോ? ഓക്കെ, ഇനി മിസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം കേട്ടോ. ഇത്രയും വരെ മിസ് എടുക്കുന്നുള്ളൂ. ഇത്രയും വരെ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പറഞ്ഞു തരാം. 14th one, ventilator associated pneumonia rate. അടുത്തവരെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, 10 വരെയുള്ളത്. ഇനി അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പേജിൽ വരുന്നത് 14th one, ventilator associated pneumonia rate. ഇനി അതുപോലെ തന്നെ 16th one, surgical site infection rate. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ റേറ്റ്. അതുപോലെ നെക്സ്റ്റ് വൺ ഉണ്ട് ഹാൻഡ് ഹൈജീൻ കംപ്ലൈൻസ് റേറ്റ്. 17th one, ഹാൻഡ് ഹൈജീൻ കംപ്ലൈൻസ് റേറ്റ്. ഓക്കെ, ഇത്രയും വരെ വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ഒന്നുകൂടി മിസ് ഇത്ര വരെ 17 വരെയും എടുത്തതില്ല. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ. ആർക്കെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടി പറയാം. ഫസ്റ്റ് വൺ ഉണ്ട്. ഫസ്റ്റ് വൺ, ദ ടൈം ടേക്കൺ ഫോർ ഇനീഷ്യൽ അസസ്മെന്റ്. അതുപോലെ നാലാമത്തെ മെഡിക്കേഷൻ എറേഴ്സ് റേറ്റ്. നാലാമത്തെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് പേജില് 7th one, percentage of unplanned return to OT. 7th one. Next one, 9th one, percentage of transfusion reaction. 10th one under standardized mortality ratio for ICU. അതുപോലെ നെക്സ്റ്റ് വൺ പറഞ്ഞത് 14th one, ventilator associated pneumonia rate. 16th one, surgical site infection rate. And last one, 17th one, hand hygiene complaints rate. ഇത്രയും വരെ വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം കേട്ടോ. ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ അല്ലേ? ഓക്കെ, താങ്ക് യു.